10th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും ഇപ്പോഴുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഞങ്ങളുടെ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞു, പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുറെ രാത്രി ഉറക്കമൊഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി, എനിക്ക് കുറെ ബാക്ക്ലോഗ്സ് വന്നു, ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പറഞ്ഞു ഒരുപാട് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് മൊത്തം ലോ ആയി, ആകെ മൊത്തം ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളും അതിൽ പെട്ടാണോ? ഇവരുടെയൊക്കെ ഇപ്പോഴുള്ള നിങ്ങളുടെയും ഒക്കെ ഒരു മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത്, സ്റ്റിൽ ഞങ്ങൾ എന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾ എവിടെയും തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. സ്റ്റിൽ ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ദിസ് ഡ്രീം മാർക്സ് ഓഫ് 95% എബവ് എന്ന് സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരിൽ നിങ്ങളും പെടുന്നുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് യെസ്. The answer is yes. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞത് നിങ്ങളുടെ ഫൈനൽ എക്സാം ഒന്നുമല്ല. ഇറ്റ് വാസ് ജസ്റ്റ് യുവർ ഹാഫ് ഇയർലി എക്സാം ആൻഡ് ദാറ്റ് വാസ് എ റിമൈൻഡർ, ദാറ്റ് വാസ് എൻ അലാം. നിങ്ങൾക്കുള്ളൊരു വേക്കപ്പ് കോൾ ആയിരുന്നു. നിങ്ങൾ ഒരു എക്സാം വരുന്ന സമയത്ത് ഹൗ ഷുഡ് യു അപ്രോച്ച് എൻ എക്സാം, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവണം, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാവണം, നിങ്ങളുടെ ഫൈനൽ എക്സാം വരുമ്പോഴേക്കും നിങ്ങൾ ഏത് പേസിൽ പഠിച്ചു തുടങ്ങണം എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഇറ്റ് വാസ് ജസ്റ്റ് എ വേക്കപ്പ് കോൾ ഫോർ യു. സോ ദ തിങ് ഈസ് വേക്കപ്പ്. ഇപ്പോൾ തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് നിങ്ങളുടെ ഡ്രീം മാർക്സ് ആയിട്ടുള്ള 95% ഓഫ് എബവ് മാർക്സ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങാം. ജസ്റ്റ് സ്റ്റാർട്ട്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് എനിത്തിങ്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ശരിയാവണം എന്നാലോചിച്ച് നിൽക്കല്ല വേണ്ടത്. ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ്, ഇഫ് യു ആർ ഡ്രീമിംഗ് ഓഫ് സംതിങ്, ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ ഇറ്റ്സെൽഫ്, ജസ്റ്റ് സ്റ്റാർട്ട് ദിസ് സെക്കൻഡ് ഇറ്റ്സെൽഫ്. ഇവിടെ നിങ്ങൾ തുടങ്ങുക, ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അതിന് നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളിത് തുടങ്ങുക, എവിടെ വെച്ചിട്ട് ഞങ്ങൾ തുടങ്ങുക, ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ എങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ഇഫ് യു ആർ ഗെറ്റിംഗ് എ റൈറ്റ് പ്ലാൻ, നിങ്ങൾക്കൊരു കറക്റ്റ് പ്ലാനും ഞങ്ങൾ തരുവാണ്. എജുപോർട്ട് ഇസ് വിത്ത് യു. എജുപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കൊരു കറക്റ്റ് ദ റൈറ്റ് പാത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ആൻഡ് വിത്ത് ദാറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്സിലേക്ക് ഡെഫിനറ്റ്ലി യു വിൽ ബി ദെയർ. ആൻഡ് ഇതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റി, നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾക്ക് എത്ര ബാക്കിയുണ്ട് പഠിക്കാൻ, നത്തിങ് മാറ്റേഴ്സ്. ദ പോയിന്റ് ഈസ് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം സീറോ നൗ. നമ്മുടെ കയ്യിൽ ഇനി 3.5 മാസമുണ്ട്. ഈ 3.5 മാസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ദ ഫൈനൽ റിസൾട്ട്. അതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ദ തിങ് ഈസ്, നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ, നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മക്കളെ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം ഗെറ്റിംഗ് യുവർ 95%. ട്രസ്റ്റ് മീ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പഠിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആൻസർ പേപ്പറിലാണെങ്കിലും നിങ്ങൾ കുറേ എഴുതി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ചാപ്റ്റർ, ഞാൻ 15 ചാപ്റ്റർ പഠിച്ചു, ഞാൻ 20 ചാപ്റ്റർ പഠിച്ചു, ഞാൻ 30 ചാപ്റ്റർ പഠിച്ചു, നത്തിങ് മാറ്റേഴ്സ്. എണ്ണത്തിലല്ല, ക്വാണ്ടിറ്റിയിലല്ല കാര്യം. ദ പോയിന്റ് ഈസ് ക്വാളിറ്റി. നിങ്ങൾ എങ്ങനെ പഠിച്ചു ആ ചാപ്റ്റർ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ തിയറി ഷുഡ് ബി കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് ബൈ യു ബൈ ഈച്ച് ആൻഡ് എവറി കൺസെപ്റ്റ്സ്. നിങ്ങൾ ഓരോ കൺസെപ്റ്റ്സിലും ആ ചാപ്റ്റർ വളരെ ഡെപ്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ആ ചാപ്റ്ററിൽ നിന്നുള്ള കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. സോ അങ്ങനെ ഒരു ചാപ്റ്ററിന് വളരെ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ നിങ്ങൾ റെഡി ആവണം. അത് എത്ര ചാപ്റ്റർ എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററും നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി വൈസ്, അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ നിങ്ങൾ അതിനെ പഠിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫൈനൽ എക്സാമിൽ നമ്മുടെ മോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം എന്താ, ഈ എക്സാം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി പോകാന്നുള്ളതാണോ? അല്ല, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ NCERT പറഞ്ഞിട്ടുള്ള ഓരോ ചാപ്റ്റർ നിങ്ങൾ അത്രയും ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാവണം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഈസ് ലൈക്ക് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, റിയൽ ലൈഫ് എക്സാംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത്രയും കൺസെപ്ച്വലായിട്ട് അത്രയും ഡെപ്തിൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. Ready? And the next most important thing is trick of writing answers.
നിങ്ങളിപ്പോൾ പല ആൾക്കാർക്കും കുറച്ച് മടി കുടുങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വിചാരിക്കും യെസ് ഐ ഗെറ്റ് സം PPT സംവെയർ, എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് നോട്ട്സ് ഒക്കെ കിട്ടും, അവിടെ തപ്പിക്കഴിഞ്ഞാൽ എനിക്ക് നോട്ട്സ് കിട്ടും, വെറുതെ എന്തിനാണ് ഞാൻ ക്ലാസ് കേട്ടിട്ട് നോട്ട്സ് എഴുതുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മക്കളെ, സ്റ്റാർട്ട് ടേക്കിംഗ് യുവർ നോട്ട്സ് ഫ്രം നൗ. നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സ് എഴുതി വെക്കുക. ബിക്കോസ് റൈറ്റിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ആൻസർ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, അതെങ്ങനെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതണം എന്നുള്ളതും കൂടി ഇറ്റ്സ് എ മാറ്റർ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടോപ്പിക് ടു ലേൺ. നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങളൊരു പഠിച്ചിട്ടുള്ള ഒരു ആൻസറിനെ എങ്ങനെ നമ്മളതൊരു ആൻസർ പേപ്പറിലേക്ക് എഴുതും എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന ആൻസേഴ്സ് വെറുതെ മനസ്സിൽ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. റൈറ്റ് ഇറ്റ് ഡൗൺ. അതുപോലെ നിങ്ങൾ ഓരോ ക്ലാസ്സസ് കേൾക്കുമ്പോഴും ടേക്ക് നോട്ട്സ്. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, ബട്ട് ദാറ്റ്സ് നോട്ട് ദ തിങ്. നിങ്ങളൊരു ക്ലാസ് കേൾക്കുമ്പോൾ ആ നോട്ട്സ് നിങ്ങൾ എഴുതുന്നതിലൂടെ കൂടി നിങ്ങൾക്ക് ആ റൈറ്റിംഗ് പ്രാക്ടീസും കൂടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, റെഡി? ആൻഡ് ദെൻ നമ്മുടെ പഠിക്കുന്ന രീതി, നമ്മൾ എങ്ങനെ പഠിക്കണം ഒരു ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ലെക്ചേഴ്സ് കേൾക്കുന്നു. യു മൈറ്റ് ബി ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ സ്കൂൾ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂപോർട്ടൻ്റെ ആപ്പിൽ ഓൾ ദി ലെക്ചേഴ്സ് ആർ അവൈലബിൾ. എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു ജോയിൻ, ജസ്റ്റ് ടേക്ക് ദ കോഴ്സ്. ഓക്കെ, അപ്പോൾ ലെക്ചേഴ്സ് നിങ്ങൾ കേൾക്കുക. ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലെക്ചേഴ്സ് നിങ്ങൾ കേൾക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഗോ ഫോർ NCERT ഗൈസ്, ഗോ ഫോർ NCERT. NCERT ആണ് നമ്മുടെ ഗുരു. NCERTയുടെ അപ്പുറത്തേക്ക് വേറെ കുറേ ബുക്സ് അതും ഇതും മറ്റെല്ലാം റെഫർ ചെയ്യുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കവറിങ് യുവർ NCERT. കാരണം ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ അധികം NCERTൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ NCERT ഈസ് യുവർ ഗുരു. അപ്പോൾ NCERT നന്നായിട്ട് റെഫർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അതിനുശേഷം നിങ്ങൾ തിയറി പഠിക്കാൻ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ജസ്റ്റ് ടേക്ക് യുവർ ലെക്ചേഴ്സ്. നിങ്ങൾ ലെക്ചർ നോട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ വൺ ഷോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെക്ചേഴ്സോ ഒക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ NCERT വായിക്കുക. ദെൻ ഗോ ഫോർ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. അല്ലാണ്ട് വേറെ കുറേ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് തിയറി പഠിക്കുന്നു, വേറൊരു ബുക്ക് എടുത്ത് അവിടെ നിന്ന് കുറച്ച് തിയറി പഠിക്കുന്നു, അതല്ല കാര്യം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെക്ചേഴ്സ് കാണുക, NCERT പഠിക്കുക, നേരെ പോവുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലും നമുക്ക് ഒരുപാട് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. സോ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് NCERTയിൽ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എക്സ്ട്രാ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാം. ആൻഡ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ദ ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെ എക്സാമിനും ഈ ടൈം മാനേജ്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഫിസിക്സ് എഴുതും പോലെയല്ല കെമിസ്ട്രിക്ക് ടൈം എടുക്കുന്നത്, അതുപോലെയല്ല ബയോളജിക്ക് ടൈം എടുക്കുന്നത്, അതുപോലെയല്ല മാത്സിന് ടൈം എടുക്കുന്നത്, അതുപോലെയല്ല സോഷ്യലിന് സമയം എടുക്കുന്നത്. സോ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, എത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഈ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളൊരു സയൻസ് എക്സാമിൻ്റെ അകത്ത് നിങ്ങൾ ഫിസിക്സിന് കൂടുതൽ ടൈം എടുക്കുക. ബിക്കോസ് ഫിസിക്സിൽ നമുക്ക് കൂടുതൽ ന്യൂമറിക്കൽസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ ഒരുപാട് സമയം ഇരിക്കരുത്. ദാറ്റ്സ് ഇറ്റ്. സോ ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, കൂടുതൽ സമയം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം സമയം കൊടുക്കുക, അല്ലാത്ത ക്വസ്റ്റ്യൻസ് അതിൻ്റെ മാത്രം സമയം കൊടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഒരു എക്സാം അതിൻ്റെ ആ കറക്റ്റ് തന്നിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അതിന് ഈ ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു എക്സാം ലെവലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് യു ഷുഡ് ബി തറോ വിത്ത് ദാറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മാത്സിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സ്റ്റാർട്ട് വിത്ത് ഈസി. അതായത് മാത്സിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് പല ലെവലിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ വലിയൊരു ചാപ്റ്റർ ഇങ്ങോട്ട് എടുത്തിട്ട് ഓക്കെ ഇത് ഭയങ്കര ടഫ്, ഇത് ആദ്യം പഠിച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഈ ടഫ് ചാപ്റ്റർ എടുത്തിട്ട് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ മൂടേ പോകും. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ട് വിത്ത് ഈസി ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഇങ്ങനെ വരും, യെസ് ഐ എം ഗെറ്റിംഗ് ദിസ്. അല്ലാണ്ട് നിങ്ങൾ ഏറ്റവും ടഫുള്ള കാര്യത്തിൽ തന്നെ ആദ്യം പോയിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ഇത് മൊത്തം പോയി ഇല്ല എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളവിടെ ബുക്ക് ഇട്ടേച്ച് പോവും.
എക്സാമിൻ്റെ കേസിലും ഇത് തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം സോൾവ് ചെയ്യുക. ആദ്യം തന്നെ പോയിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് സോൾവ് ചെയ്യരുത്. So every time when you start studying, when you start answering, start with easy questions അല്ലെങ്കിൽ easy chapters. Get it? Then yes, ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ കുറേ നേരമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രാക്ടീസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, പ്രാക്ടീസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി? എടാ, നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു. ഓക്കെ, ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ്, ഓ ഞാൻ ആ ചാപ്റ്റർ മറക്കുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അതിൻ്റെ തിയറി റിവൈസ് ചെയ്യുകയല്ല വേണ്ടത്. ദ തിങ് യു ഷുഡ് ഡു ഇസ് പ്രാക്ടീസ്. മക്കളെ, പോവാ, പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ തിയറി നിങ്ങൾ വെറുതെ വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രാക്ടീസ്. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ മറന്നു പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നേരെ പോവാ, ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിയറി നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇക്വേഷൻ കത്തുന്നില്ല, അല്ലെങ്കിൽ ചില ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ തിയറി റിവൈസ് ചെയ്യുന്നു, വീണ്ടും വരുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. സോ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇത് എല്ലാവർക്കും മനസ്സിലാവില്ല ശരിക്കും. നമ്മൾ ഒരുപാട് വട്ടം കുട്ടികളോട് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ തിയറി ഇങ്ങനെ ഒരുപാട് നേരം പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ഗോ ഫോർ പ്രാക്ടീസ് എന്നുള്ളത്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മുതൽ യുവർ സ്റ്റഡി സ്ട്രാറ്റജി വിൽ ബി സംതിങ് marvelous. Okay, then the last and most important point, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് നോട്ട് ദി എൻഡ്. നമ്മുടെ ഹാഫ് ഇയർലി എക്സാം അല്ല നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ മാർക്സ് തീരുമാനിക്കുന്നത്. ഇനിയുള്ള ഈ വരുന്ന 3.5 months നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ഹൗ യു യൂട്ടിലൈസ് ഇറ്റ്, നിങ്ങളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു പോട്ടെ, നമ്മൾ ഒരുപാട് ടൈം പാസ് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ പല പരിപാടികളിലാവട്ടെ, വാട്ട് എവർ, നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് വി ആർ എൻറ്ററിങ് ഇൻ ടു എ ബാറ്റിൽ. വി ആർ ഗെറ്റിംഗ് ഇൻ ടു യുവർ ഫൈനൽ എക്സാം. 3.5 മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ എക്സാം എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടി പോവാണ് ഇൻ യുവർ എക്സാം ഹാൾ. ആ ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സെക്കൻഡ് മുതൽ ഐ വിൽ ബി റെഡി ഫോർ എനിത്തിങ്, ഐ വിൽ ടേക്ക് മൈ ഹാർഡ് വർക്ക്, ഐ വിൽ ബി റെഡി, ഐ വിൽ ബി ഡൂയിങ് എവറിത്തിങ് വാട്ട് ഐ ക്യാൻ ഡു എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കുക. മക്കളെ, ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് ബാറ്റിൽ. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് നിങ്ങളുടെ ഡ്രീം മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഷുവറായിട്ട്, ട്രസ്റ്റ് മീ, യു വിൽ ബി ദെയർ. അതിന് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫൈനൽ എക്സാമിൻ്റെ അന്ന് രാവിലെ വരെ ഞങ്ങളുടെ ടീം വി വിൽ ബി വിത്ത് യു. ആൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻസ് ആവശ്യമുണ്ടോ, എന്തൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടോ, എവ്രിതിങ് വിൽ ബി റെഡി ഹിയർ. അതിനുവേണ്ടി എജുപോർട്ട് മൊത്തത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ അനൗൺസിങ് ദിസ്. യെസ്, വി ആർ എൻറ്ററിങ് ഇൻ ടു എ ബാറ്റിൽ and you will be there with your dream marks in your final exam. Get ready.